ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ അടയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു അടയാണ്. അതിൻ്റെ കൂടെ കുറച്ച് വേറെ സ്നാക്കും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു അടയാണ്. ഇത് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഡെയിലി ഓർഡർ കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം എനിക്കിതിവിടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ റെഡിയാക്കുന്നുണ്ട്. ദോശ ചൂടാനുള്ള മാവാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ മിക്സാക്കിയിട്ട് നല്ലതായി ഈ ഒരു ലൂസാക്കിയിട്ട് ഇതെല്ലാം മിക്സാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനോട് ചെറിയ ചെറിയ ദോശ ഉണ്ടാക്കാം. ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അത് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ഇതുപോലെ ഒന്ന് പരത്തി നല്ല തിന്നാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ദോശ ചുടുന്ന സമയത്ത് നമ്മൾ അധികം ഫ്ലെയിം കൂട്ടാൻ പാടില്ല. ചെറിയ ഫ്ലെയിമിൽ നമ്മളിത് ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ചെറിയ ഫ്ലെയിം കൂട്ടി നമ്മളതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ദോശ ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് രണ്ട് സൈഡും ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മുട്ടയെല്ലാം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം മിക്സിയിലേക്ക് ഇട്ട് നമ്മളത് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി അതിലോട്ട് പാലിന് പകരം ഞാനിതാ പാൽപ്പൊടിയാണ് കേട്ടോ യൂസ് ആക്കുന്നത്. പാൽപ്പൊടിയും ഇട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി അടിച്ചെടുത്തതിന് ശേഷം നമ്മളിതാ വലിയൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ, അത് എത്ര പുതിയതായെങ്കിലും എങ്ങനെയായെങ്കിലും ഒരു ഡാമേജും വീഴാത്ത സാധനമായെങ്കിലും അത് തിരിച്ചിടുന്ന സമയത്ത് വേറൊരു പാത്രത്തിൽ തിരിച്ചിടുന്ന സമയത്ത് വീഴുന്നില്ല, ഒട്ടിപ്പിടിക്കുക, സൈഡെല്ലാം ഒട്ടുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ബട്ടർ ഉണ്ടല്ലോ, നമ്മൾ ബട്ടർ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് ഇടണമെന്നില്ല. നമ്മൾ എന്തായാലും സ്നാക്കെല്ലാം സെയിൽ ചെയ്യുന്ന സമയത്ത് ഓവർ ഇത് യൂസ് ചെയ്താൽ നഷ്ടമാവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടിഭാഗത്ത് ഒരു തിന്നായിട്ടുള്ള ഒരു ഷീറ്റ് ഇതുപോലെ എണ്ണയിൽ മുക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഇത് ചെയ്തതാണ്. ആദ്യം നമ്മൾ ബട്ടർ ഇട്ട് എല്ലായിടത്തും ആക്കിയതിന് ശേഷം എണ്ണയിൽ മുക്കിയ ഒരു ഷീറ്റ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഈ ഒരു ദോശ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഈ ഒരു മുട്ടയിലേക്ക് മുക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ മസാലയൊക്കെ ഓരോ കുറച്ച് കുറച്ചായിട്ട് വെച്ചതിന് ശേഷം ഒരു ലെയറാക്കി എടുക്കാം. ഇനി ബാക്കി വന്ന മുട്ടയുടെ മിക്സ് ഇല്ലേ, അത് നമ്മൾക്കിത് ഇതിലോട്ട് വെച്ച് നമുക്കിത് സ്റ്റൗവിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേവിക്കണം. അപ്പോൾ ഇനി ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ഇത് ആക്കി കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ചട്ടിപ്പത്തിരി ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കെ. ഇനി നമ്മളിതാ നേരത്തെ ബാക്കി വന്ന ആ ഒരു ദോശയുടെ മാവില്ലേ അതിലോട്ട് നമ്മളിത് അടക്ക് വേണ്ടിയിട്ടുള്ള മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1.5 കപ്പോളം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓവർ ഉപ്പ് ചേർക്കേണ്ട, ലൈറ്റായിട്ട് ഒരു 1/2 ടീസ്പൂണ് ഒരു രീതിയിൽ ഇട്ടാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എല്ലാ ഭാഗത്തേക്കാക്കിയിട്ട് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓവർ വെള്ളം ഒഴിക്കേണ്ട. ഇത് നല്ല കട്ടിയിലാണല്ലോ നമ്മൾ ഈ പരത്തി എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ്സിലും കുറവായിട്ടാണ് കേട്ടോ ഞാനിവിടെ വെള്ളം എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കാം. അപ്പോൾ അത് നന്നായി കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ഒരു ഫില്ലിങ് റെഡിയാക്കണ്ടേ. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് പരിപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫില്ലിംഗ് ആണ് കേട്ടോ അടിപൊളി. ഇത് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം, അപ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ പരിപ്പെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കടലപ്പരിപ്പാണ് കേട്ടോ. അപ്പോൾ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ഈ ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം ഉണ്ടാവും കേട്ടോ. ഇതുപോലെ നല്ലോണം വെന്ത് ഉടയാൻ പാടില്ല, എന്നാലും പാകത്തിനുള്ള വേവ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് പഞ്ചസാരയാണ് ചേർക്കാനുള്ളത്. 1/2 കപ്പോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പിലും അധികം ഉണ്ട് കേട്ടോ ഇത് തേങ്ങ. അപ്പോൾ ആ ഒരു തേങ്ങയും പഞ്ചസാരയും പരിപ്പും എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി വരണം. ഇത് ഫ്രോസൺ ആയിട്ടുള്ള തേങ്ങ ഇതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ കട്ടിയായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പഞ്ചസാരയെല്ലാം അലിഞ്ഞ് അതിലുള്ള വെള്ളമെല്ലാം വറ്റി അത് നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുന്നവരെ നമ്മളിതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കിയ സമയത്ത് നമ്മൾ ഇതിലോട്ട് കുറച്ച് നെയ്യാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിന്ന് ഒന്നുകൂടെ കുഴച്ച് റെഡിയാക്കി എടുക്കണം. ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് ഒന്നുകൂടെ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ ഇതുപോലെ നന്നായി കുഴച്ച ശേഷം ചെറിയ ബോൾസാക്കി വെക്കുക. അപ്പോൾ 1.5 കപ്പ് മൈദയിൽ നിന്ന് 15 പീസോളം നമുക്ക് ആക്കാൻ കിട്ടും. ഇനി ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാൻ. അപ്പോൾ അത് നല്ല തെളുപ്പാക്കി തന്നെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിയുന്നത്രയും നല്ല തെളുപ്പാക്കിയിട്ട് തന്നെ എടുക്കണം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഒരു ഫില്ലിങ് ഇതിലേക്ക് വെച്ചെടുക്കാം. അപ്പോൾ ഫില്ലിങ്ങും അതുപോലെ നല്ല ഫുള്ളായിട്ട് ഫില്ലിങ്ങും കൂടി വേണേ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് മടക്കിയിട്ട് നമുക്ക് സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ സൈഡെല്ലാം ഒട്ടിച്ചതിന് ശേഷം ഞാൻ ഒന്നും കൂടെ ഈ ഒരു പണ്ടം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിയുന്നതും നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു പരിപ്പിൻ്റെയും തേങ്ങയുടെ എല്ലാം ടേസ്റ്റ് വരുമ്പോൾ. അപ്പോൾ തേങ്ങയ്ക്കെല്ലാം ഇപ്പോൾ നല്ല വിലയെന്നുള്ളത് അറിയാം. അപ്പോൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഈ തേങ്ങയ്ക്ക് പകരം ചില ആൾ മറ്റേ അവിലൊക്കെ ഉണ്ടല്ലോ, അവിലെല്ലാം യൂസ് ചെയ്യാറുണ്ട്. അവിലിൻ്റെ ടേസ്റ്റും തേങ്ങയുടെ ടേസ്റ്റും നല്ല ഡിഫറെൻ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫില്ലിംഗ് എല്ലാം റെഡിയാക്കണം. അപ്പോഴേക്കും നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ഒരു പാത്രത്തിലേക്ക് തിരിച്ചിടണം. ഈ ഒരു തിരിച്ചിടുന്ന സമയത്ത് അധികവും എല്ലാവർക്കും പൊട്ടിപ്പോകുന്നതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ ഒന്നും പൊട്ടാതെ നല്ല രീതിയിൽ ഇളക്കി എടുക്കാനും പറ്റിയില്ലേ. അപ്പോൾ ഈ ഒരു ഭാഗം നല്ല വെന്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടയും റോളും അങ്ങനെ കുറച്ച് ഐറ്റമും കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ അടേൻ്റെ ഫില്ലിങ്ങും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് മടക്കി റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളിതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം ഒരേ അളവിലും ഒരേ ഷേപ്പിലും ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അത്ര മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ റെഡിയായി. ഇനി നമ്മൾ കുറച്ച് റോളും കൂടി ഉണ്ടാക്കണം. അപ്പോൾ റോളിൻ്റെ എല്ലാ പണികളെല്ലാം റെഡിയായി. ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഓയിലെല്ലാം ഒഴിച്ച് നല്ല ചൂടാകുന്ന സമയത്ത് നമ്മൾ ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടായ ഓയിലിലോട്ട് ഇട്ട് ഇതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. അത് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടാവും. ഉൾഭാഗം ഒന്നും വേവാനും ഇല്ല. അപ്പോൾ നമ്മൾക്കിതൊന്ന് ഒരു ഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അരീനെ കൊണ്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇതാകുമ്പോൾ ഒന്നുകൂടെ കുറച്ചും കൂടെ സമയം നമുക്ക് ഇത് കേടാതെ ഇരിക്കും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്ക്. ഇനി നമ്മൾ റോളും കൂടി പൊരിച്ചെടുക്കാനുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള റോളാണ് കേട്ടോ. ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഷീറ്റ് എങ്ങനെയാണ് ഫ്രീസറിൽ വെക്കുന്നത്, ഒരുപാട് നാൾ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം എല്ലാം കൂടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ട്, കണ്ടു നോക്ക്. നല്ല ക്രിസ്പിയും പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല റോളാണ്. അപ്പോൾ ഇത് ചിക്കൻ റോളാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നതെന്നെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പൊരിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇന്നത്തെ എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഏതെങ്കിലും റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.